ഒന്നുമില്ലാത്തൊരു നാട്ടിലേക്ക് പോകാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ മനപ്രയാസം, വലിയ ബുദ്ധിമുട്ട്. ആദ്യം സ്വഹാബത്തൊക്കെ ഹബിഷീനിയയിലേക്ക്, എത്യോപ്യയിലേക്ക് നജാഷി രാജാവിന്റെ അടുത്തേക്ക് ഹിജറ പോയി. അവിടുന്ന് വന്നപ്പോഴേക്കും ക്രൂരമർദ്ദനങ്ങൾ സഹിക്കാൻ കഴിയാതെ അവരെല്ലാം പിന്നീട് മറ്റൊരു നാട്ടിലേക്ക് ഹിജറ പോവാൻ ഒരുങ്ങി. അള്ളാഹു സമ്മതം കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈത്തപ്പനകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു നാട്ടിലേക്ക് ഹിജറ പോകുന്നതായി ഞാൻ കണ്ടിട്ടുണ്ട് സ്വഹാബ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യം വിചാരിച്ചത് യമാമയാണെന്ന്. പിന്നെ എനിക്ക് മനസ്സിലായി അത് യസ്രീബാണ് എന്ന്. മദീനയുടെ പഴയ പേരാണ് യസ്രീബ് എന്ന് പറയാനും ഉച്ചരിക്കാനൊന്നും പാടില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജറ പോയി. ഒരു നിലക്കും മക്കയിൽ നിൽക്കാൻ കഴിയാത്ത വിധം വിഷമിച്ചത് കൊണ്ടാണ് ഹിജറ പോയത്. ജന്മഭൂമി, ജന്മനാട് എന്നൊക്കെ പറഞ്ഞാൽ അതൊരു സ്വാതന്ത്ര്യ. മറ്റൊരു നാട്ടിൽ പോയി താമസിക്കുമ്പോൾ നമ്മൾ ആരാണ്? അതാരാന്ന് ചോദിച്ചാൽ അത് ആയിച്ചാന്റെ മാപ്പിള എന്നാ പറയാ, അല്ലേ? മറ്റേ ആരാണ്? അത് കറുത്തേടത്ത് തറവാട്ടുകാരാണ്, അല്ലേ? അത് തെക്കന്മാരാണ്, അല്ലെങ്കിൽ മറ്റേ വടക്കന്മാരാണ്. അങ്ങനെ ഓരോ നമ്മളെ തറവാടിന്റെ പേരാ പറയാ. മറ്റേ വന്നുകൂടിയ ആളുകൾ എന്തായിരിക്കും? ആ ഒരു പള്ളി കമ്മിറ്റി അല്ലെങ്കിൽ മറ്റൊരു മീറ്റിങ്ങോ എന്തെങ്കിലുമൊക്കെ നടക്കുമ്പോ എന്തെങ്കിലും നേരെ പറഞ്ഞാൽ ഇജ്ജ് ഇവിടെ വന്നുകൂടിയ ആൾ അനക്കാൻ ഒന്നിനെ കുറിച്ചും അറിയില്ല, ഇജ്ജ് പോടുന്ന അറിയും, അല്ലേ? അങ്ങനെ അതൊരു സഹിക്കാൻ കഴിയാത്ത വിഷമാണ് സ്വന്തം നാട് വിട്ടു പോകുക എന്നുള്ളത്. അല്ലാഹു സ്വന്തം ജന്മനാട്ടിൽ തന്നെ മരണം വരെ ഇസ്സത്തോടു കൂടെ ജീവിക്കാനുള്ള തൗഫീഖ് നാം ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പ്രവാചകത്വ പദവി ലബ്ധി ലഭിച്ച അന്ന് തന്നെ വറഖത്ത് ബിൻ നൗഫൽ പറഞ്ഞു, നിന്നെ പുറത്താക്കുന്ന ഒരു ദിവസമുണ്ട് മുഹമ്മദേ. റസൂലുള്ളാഹിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവ മുഖരിജിയവും, ഈ നാട്ടുകാരനെ പുറത്താക്കുക, ഞാൻ ഈ നാട്ടിൽ അൽ അമീനാണ്, സത്യസന്ധനാണ്, വിശ്വസ്തനാണ്. അതേ ദിവ്യ സന്ദേശവുമായി എത്തുന്ന ഏതൊരു ആളുകളെയും അല്ലെങ്കിൽ ഏതൊരു പ്രവാചകന്മാരെയും ആ നാട്ടുകാർ പുറത്താക്കിയിട്ടുണ്ട്. അതോടെ പുലരണം, അത് സംഭവിക്കണം. അത് സംഭവിച്ചു. അങ്ങനെ 53-ാമത്തെ വയസ്സിൽ ആ വർഷമാണ് ബഹുമാനപ്പെട്ട അബ്ദുൽ മുത്തലിബ് വഫാത്തായത്. അബൂ ത്വാലിബ് വഫാത്തായത്. അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്തായതൊക്കെ ഈ നബിന്റെ 53-ാമത്തെ വയസ്സ്, 52-ാം വയസ്സ് കഴിഞ്ഞ ആരംഭത്തിലാണ്. ആമുൽ ഹുസ്ൻ, ദുഃഖവർഷം എന്നാണ് ആ വർഷത്തെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞത്. എപ്പോഴും താങ്ങും തണലുമായിരുന്ന അബ്ദുൽ മുത്തലിബ് എന്നവര്, നബിന്റെ എളാപ്പ, വല്യാപ്പ മരിച്ചത് മുതല് അബ്ദുൽ മുത്തലിബ് ഏറ്റെടുത്തത് മുതല് പിന്നെ 8 വർഷം അങ്ങനെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അബൂ ത്വാലിബിന് കിട്ടുന്നത്. ഒരുപാട് കുട്ടികളും മക്കളൊക്കെ ഉണ്ട്.